ഹലോ ഗൈസ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ 8 ലക്ഷം രൂപ നിങ്ങൾക്ക് ഗവൺമെൻറ് ഇങ്ങോട്ട് തരും. അത് ഇയർലി അല്ല, മന്ത്ലി. ഡിജിറ്റൽ മീഡിയ പോളിസി 2024. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് പരിശോധിച്ച് ഒന്നിൽ ഗവൺമെൻറ് നമ്മളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കും. മാത്രമല്ല 3 മാസം തൊട്ട് ഒരു ജീവപര്യന്തം വരെ ശിക്ഷ നൽകാം. അല്ലെങ്കിൽ നമുക്കൊരു 8 ലക്ഷം രൂപ വരെ മന്ത്ലി വരുമാനം കിട്ടുന്ന രീതിയിൽ ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇതിൽ നിങ്ങൾക്ക് 1000 ഫോളോവേഴ്സ് താഴെയാണെങ്കിലും അതിൽ കൂടുതലുണ്ടെങ്കിലും ഇനിയിപ്പോൾ 1 മില്യൺ ഉണ്ടെങ്കിലും അതിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജയിലിൽ പോകാം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം, അതായത് അവരുടെ വികസന പ്രവർത്തനങ്ങൾ, അവർ നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങളത് സോഷ്യൽ മീഡിയ ത്രൂ പോസ്റ്റ് ചെയ്യുക, സ്റ്റോറി ഇടുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഫോളോവേഴ്സിന് ആനുപാതികമായിട്ട് അവർ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരും. ഇനി ഗവൺമെൻറ്റിനെതിരാണെങ്കിൽ, നമ്മൾ ഗവൺമെൻറ്റിനെതിരായി അല്ലെങ്കിൽ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പോസ്റ്റും സ്റ്റോറിയൊക്കെ ഇട്ടാൽ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന് തന്നെ ആനുപാതികമായിട്ട് ജയിൽ ശിക്ഷയും കിട്ടും. ഈ ഡിജിറ്റൽ മീഡിയ പോളിസി 2024 ഇപ്പോൾ നമ്മുടെ UP-യിൽ സ്റ്റേറ്റ് ക്യാബിനറ്റ് പാസ്സാക്കിയൊരു കാര്യമാണ്. ഇത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വരുമെന്ന് വെച്ചാൽ വരാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ ഡിജിറ്റൽ മീഡിയ പോളിസിക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടണമെങ്കിൽ നമ്മൾ 2-3 കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അതായത് 2 വർഷമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ നമുക്കൊരു ക്രൈം റെക്കോർഡ് പാടില്ല. മാത്രമല്ല നമ്മുടെ 1-2 മാസത്തെ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് പോലീസ് പരിശോധിക്കും. അതിനുശേഷം പോലീസ് വെരിഫൈ ചെയ്ത് അവരുടെ സ്കീം ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തും. ഇനി നമുക്കിഷ്ടമുള്ള എന്തും പോസ്റ്റ് ചെയ്യാവോ? അതും പറ്റില്ല. ഗവൺമെൻറ് നമുക്ക് ഓരോ സാധനങ്ങൾ തരും, എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് മാത്രമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സ്റ്റോറി ഇടാനൊക്കെ പാടുള്ളൂ. അപ്പോൾ അതിനാനുപാതികമായിട്ടാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾ ആ സ്കീമിൽ ഉൾപ്പെട്ടതിന് ശേഷം ഗവൺമെൻറ് പോളിസിക്ക് എതിരായിട്ടാണ് നമ്മൾ പോസ്റ്റുകളെല്ലാം ചെയ്യുന്നതെങ്കിൽ നമ്മളെ ലൈഫ് ടൈം ബാൻ ചെയ്യുകയും നമുക്ക് പണിഷ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇന്ത്യയിലെ ബാക്കി സ്റ്റേറ്റുകളും കൂടി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചാൻസ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് യുവാക്കൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ത്രൂ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈവൻ സാറ്റലൈറ്റിന് വരെ നമ്മുടെ ഗവൺമെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ആവുന്നതിന് ഒരു പരിധിയില്ല. എത്ര വേണമെങ്കിലും അത് ചെയിൻ റിയാക്ഷൻ പോലെ പോകാം. ഇപ്പോൾ UP ഗവൺമെൻറ്റിന് ഇത്തരത്തിൽ ഈ ഒരു പോളിസി കൊണ്ട് അവിടെയുള്ള സോഷ്യൽ മീഡിയനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, അവരിടുന്ന പോസ്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് ഗവൺമെൻറ് അനുകൂലമാക്കാൻ പറ്റുമെങ്കിൽ, അത് സക്സസ്ഫുൾ ആയാൽ ബാക്കിയുള്ള സ്റ്റേറ്റും കൂടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യയിലെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്ക് കൂടെ പയ്യെ വ്യാപിക്കാൻ ചാൻസ് ഉണ്ട്. അതിനൊരു സിമ്പിൾ എക്സാമ്പിളാണ് ലോക്ക്ഡൗൺ. അതായത് ഒരു പകർച്ചവ്യാധി വന്നപ്പോൾ അതിൻ്റെ സ്പ്രെഡ് തടയാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യമാണ് ഈ ലോക്ക്ഡൗൺ. അത് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലും അത് നടപ്പിലാക്കിയത്. അതുപോലെ ഇന്ന് UP, നാളെ മറ്റ് സ്റ്റേറ്റുകൾ ഇത് കോപ്പി ചെയ്യാം. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താ? നമ്മുടെ ഗവൺമെൻറ്റിനെ ഗ്ലോറിഫൈ ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മുടെ എതിരെ അഭിപ്രായങ്ങളൊന്നും നമുക്ക് പ്രകടിപ്പിക്കാനോ പ്രചരിപ്പിക്കാനോ കഴിയില്ല. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. പണ്ട് IT ആക്ട് 2000-ൽ 66A എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് കോടതി തന്നെ അത് എടുത്തു കളഞ്ഞാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഈ കളഞ്ഞതിനൊന്നൊരു ഉപകാരം ഇല്ലാണ്ടാവും.